നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി അത് നടപ്പാക്കിയെന്നും കെ സുരേന്ദ്രൻ. പ്രശസ്ത സംഗീത സംവിധായകൻ KG ജയൻ ഓർമ്മയായി. 6 പതിറ്റാണ്ടിലേറെക്കാലം നീണ്ട സംഗീത സബര്യ അസ്തമിച്ചു. KG ജയന് നാടിൻ്റെ അന്ത്യാഞ്ജലി. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ വീണ്ടും അപകടം. അതിഥി തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശിയായ 29 വയസ്സുള്ള സാഹിദ് അസ്ലാമാണ് മരിച്ചത്. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത പൊന്നാമ്പളിയിൽ വാഹനാപകടം. ടിപ്പർ ലോറിയും പിക്കപ്പാനും കൂട്ടിയിടിച്ചു. ഒരാൾക്ക് പരിക്ക്. അപകടത്തിൽ ടിപ്പർ ലോറിയുടെ പിൻചക്രങ്ങൾ വേർപെട്ട് തെറിച്ചുപോയി. ചേർത്തലയിൽ CPMന്റെ കൊടിമരത്തെ ചൊല്ലി തർക്കം. ഗ്രഹനാഥന്റെ ആത്മഹത്യാ ഭീഷണി. വഴിത്തർക്കത്തെ തുടർന്നുള്ള അനാവശ്യമായ പിടിവാശിയെന്ന CPM ലോക്കൽ സെക്രട്ടറി. ചേർത്തല അസംബ്ലി മണ്ഡലത്തിലെ ഇടത് വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. ചേർത്തല VTIM ഹാളിലാണ് വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത്. 100 കണക്കിന് വനിതകൾ അണിനിരന്നു. വാർത്തകൾ വിശദമായി. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി അത് സാധ്യമാക്കിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കും നരേന്ദ്രമോദി. അത് 370-ാം വകുപ്പ് റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ റദ്ദാക്കിയിരിക്കും നരേന്ദ്രമോദി. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന് മോദി പറഞ്ഞു. മന്ദിർ വഹീം ബനായെങ്കെ വഹീം ബനായെങ്കെ. അവിടെ തന്നെ പണിഞ്ഞു. ആർക്കും പരാതിയില്ല. മുസ്ലിങ്ങൾക്ക് വേറെ സ്ഥലം കൊടുത്തു. അവര് നല്ല പള്ളി ഉണ്ടാക്കുന്നു. മോദി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ? വന്ദേ ഭാരത് തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയപ്പോ ആദ്യത്തെ ലോട്ടിൽ കേരളത്തിൽ വന്ദേ ഭാരത് തരും. തന്നില്ല. 2 തന്നു. ഇനിയിപ്പോ വീണ്ടും വരുന്നു പുതിയ. ദേശീയപാത വികസിപ്പിക്കുമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു 25% ഞങ്ങൾ തരാം. അയാൾ കാലുമാറി. മോദി കാലുമാറിയില്ല. 25% തരാമെന്ന് പറഞ്ഞിട്ട് കാലുമാറി പിണറായി വിജയൻ. പക്ഷേ മോദി കാലുമാറിയില്ല. അതെല്ലാം ഇപ്പൊ തുടരുകയാണ്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞു. ആർക്കും പരാതിയില്ലാതെ ശ്രീരാമക്ഷേത്രം പണിതു. മോദി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. വന്ദേ ഭാരത് വരുമെന്ന് പറഞ്ഞു. വന്നില്ലേ? ദേശീയപാത വികസനം തുടരുന്നില്ലേ? പറയുന്നതെല്ലാം ഉടൻ നടപ്പിലാക്കുന്ന ആളാണ് നരേന്ദ്രമോദിയെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ടൈനോസ് മാവേലിക്കര. വീട്ടിലിരുന്നും വോട്ട് ചെയ്യാം. 85 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാവുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു വീട്ടിലിരുന്ന് വോട്ട് ചെയ്യൽ നടപടികൾ ആരംഭിച്ചത്. വീട്ടിലും വോട്ട് ചെയ്യാം. നേരത്തെ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖാന്തരം ഫോറം 12Dയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും അംഗീകാരം ലഭിച്ചിട്ടുള്ളതുമായ 85 വയസ്സിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷി വോട്ടർമാർക്കും വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ജില്ലയിൽ മൈക്രോ ഒബ്സർവർ, സ്പെഷ്യൽ പോളിംഗ് ഉദ്യോഗസ്ഥർ, സിവിൽ പോലീസ് ഓഫീസർ, ക്യാമറമാൻ എന്നിവർ അടങ്ങിയ 101 സംഘങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർ 25 വരെയുള്ള തീയതികളിൽ ഭവന സന്ദർശനം നടത്തി മേൽപ്പറഞ്ഞ പ്രകാരമുള്ള 85 വയസ്സിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാരുടെയും ഭിന്നശേഷി വോട്ടർമാരുടെയും വോട്ട് ഉറപ്പാക്കുന്നതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖാന്തരം ഫോറം 12Dയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതും അംഗീകാരം ലഭിച്ചിട്ടുള്ളതുമായ 85 വയസ്സിന് മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷി വോട്ടർമാർക്കും വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി ജില്ലയിൽ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് കളക്ടറേറ്റിന് സമീപമുള്ള വീടുകളിലെ വോട്ടിംഗ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IASന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. ടൈനോസ് ആലപ്പുഴ. പ്രശസ്ത സംഗീത സംവിധായകൻ KG ജയൻ ഓർമ്മയായി. 6 പതിറ്റാണ്ടിലേറെക്കാലം നീണ്ടുനിന്ന സംഗീത സബര്യ അസ്തമിച്ചു. ജയന് നാടിൻ്റെ ആദരാഞ്ജലി. ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും സംഗീത ആസ്വാദകരുടെ ഇടനെഞ്ചിൽ വസന്തം വിരിയിച്ച സംഗീത പ്രതിഭയായിരുന്നു KG ജയൻ. സംഗീത ജീവിതത്തിലെ 63 വർഷത്തിനിടയിൽ മികച്ച സംഗീതമൊരുക്കാൻ KG ജയൻ കഴിഞ്ഞിട്ടുണ്ട്. KG ജയൻ, KG വിജയൻ ഇരട്ട സഹോദരങ്ങളെ ജയവിജയ എന്ന ഒറ്റ പേരിട്ടത് നടൻ ജോസ് പ്രകാശായിരുന്നു. തെക്കേ ഇന്ത്യയിൽ അലയടിച്ച ജയവിജയ കൂട്ടുകെട്ടിലെ പല ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളാണ്. ഇഷ്ടദൈവമായ അയ്യപ്പനുള്ള ഗാനാർച്ചന നിരവധി തവണ ഒരുക്കിയിട്ടുള്ള ജയവിജയ ശ്രീകോവിൽ നട തുറന്നു എന്ന ഒറ്റ ഗാനത്തിലൂടെ അയ്യപ്പ ഭക്തരുടെ
ഇടനെഞ്ചിൽ ഇടം പിടിച്ചു. 20 സിനിമകൾ. 1968 ആദ്യ സിനിമ. ഭൂമിയിലെ മാലാഖമാർ എന്ന ചിത്രമായിരുന്നു അത്. നക്ഷത്ര ദീപങ്ങൾ തെളിഞ്ഞു, ഹൃദയം, ദേവാലയം എന്നീ ഗാനങ്ങൾ ഏറെ പ്രശസ്തമാണ്. അന്തരിച്ച സംഗീത സംവിധായകൻ KG ജയൻ ചക്കുളത്തുകാവ് അമ്മയുടെ തികഞ്ഞ ഭക്തനായിരുന്നു. KG ജയൻ്റെ വേർപാട് തീരാ നഷ്ടമെന്ന ചക്കുളത്തുകാവ് ക്ഷേത്രം കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി പറഞ്ഞു. മലയാളത്തിലെ എല്ലാ പ്രശസ്തരായ എഴുത്തുകാരുടെയും വരികൾക്ക് ഭക്തിഗാന ലോകത്ത് ഈണം പകർന്ന ആ വലിയ മഹാനായിരുന്നു ജയൻ മാഷ്. അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചക്കുളത്തുകാവിലമ്മയുടെ ആദ്യ ചക്കുളത്തമ്മ പരവർഷ പുരസ്കാരം അദ്ദേഹത്തിനാണ് നൽകിയത്. ചക്കുളത്തുകാവിലമ്മയുടെ വളരെ വലിയൊരു ഭക്തനായിരുന്നു ജയൻ മാഷ്. അതുപോലെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരൻ തുല്യനായ ആ മഹാമനുഷ്യന്റെ വേർപാടിൽ ചക്കുളത്തുകാവ് ട്രസ്റ്റ് ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ വേർപാടിൽ എല്ലാം സഹിക്കാനുള്ള ശക്തി ചക്കുളത്തമ്മ നൽകട്ടെ. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി രചിച്ച ചക്കുളത്തമ്മയുടെ ഉണർത്തുപാട്ട് ഈണം നൽകിയതും ആലപിച്ചതും അദ്ദേഹമായിരുന്നു. കൂടാതെ ഉറക്കുപാട്ട് അദ്ദേഹം ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ചു. ഇതോടൊപ്പം 100ഓളം ദേവീസ്തുതികൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് സംഗീതാർച്ചന നടത്തിയിരുന്നു. സംഗീത ലോകത്തെ മികച്ച സംഭാവനയ്ക്ക് 2001 ശ്രീ ചക്കുളത്തമ്മ സ്വരവർഷ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. KJ യേശുദാസ് ആലപിച്ച മലയാളത്തമ്മ, ശ്രീ ചക്കുളത്തുകാവിലമ്മ, MG ശ്രീകുമാർ ആലപിച്ച കേദാരം, കുങ്കുമം എന്നിവയാണ് പ്രധാന ഭക്തിഗാനങ്ങൾ. ടൈനോസ് നീരേറ്റുപുറം. തുറവൂർ അരൂർ ആകാശപാത നിർമ്മാണത്തിനിടെ വീണ്ടും അപകടം. അതിഥി തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി 29 വയസ്സുള്ള സാഹിദ് അസ്ലാമാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണത്തിനിടെ അപകടം. ബീഹാർ സ്വദേശി സാഹിദ് അസ്ലാം മരിച്ചു. 29 വയസ്സായിരുന്നു. തുറവൂർ അരൂർ ആകാശപാത നിർമ്മാണത്തിനിടെ ചമ്മനാട് ഭാഗത്ത് വെച്ച് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. നിർമ്മാണ സാമഗ്രി തലയിൽ വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സാഹിദിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 2 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് തുറവൂർ ഭാഗത്തും സമാന രീതിയിലുള്ള അപകടത്തിൽ മറ്റൊരു അതിഥി തൊഴിലാളിയും മരിച്ചിരുന്നു. നിർമ്മാണം നടക്കുമ്പോൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ടൈം ന്യൂസ് ചേർത്തല. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത പൊന്നാമ്പളിയിൽ വാഹനാപകടം. ടിപ്പർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറിയുടെ പിൻചക്രം വേർപെട്ട ദൂരേക്ക് തെറിച്ചു. ദേശീയപാതയിൽ ടിപ്പർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത പൊന്നാമളി ജംഗ്ഷന് സമീപത്ത് ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. ഒരേ ദിശയിൽ നിന്നും വന്ന വാഹനങ്ങളിൽ ഒന്നിൻ്റെ പിന്നിലിടിച്ചാണ് അപകടം. അപകടത്തിൽ വാഹനങ്ങൾ മറിഞ്ഞു. ടിപ്പറിൻ്റെ പിൻചക്രങ്ങൾ വേർപെട്ട റോഡിൻ്റെ വശങ്ങളിലേക്ക് തെറിച്ചുപോയി. പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവർ തൃശൂർ സ്വദേശിയായ യുവാവിന് സാരമായ പരിക്കുണ്ട്. പട്ടണക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി. ഓച്ചിറയിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ പര്യടന പരിപാടികൾ തുടരുന്നു. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലായിരുന്നു പര്യടന പരിപാടികൾ. രാവിലെ ഓച്ചിറ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു പര്യടന പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ചങ്ങൻകുളങ്ങര, വലിയ കുളങ്ങര, പള്ളിമുക്ക്, കുതിയടത്ത് ജംഗ്ഷൻ, കോഴിമുക്ക്, ആലുംപീടിക, കിണറുമുക്ക്, വള്ളിക്കാവ്, കുഴുവേലി ജംഗ്ഷൻ, മുല്ലശ്ശേരി ജംഗ്ഷൻ, കുറ്റിപ്പുറം, പ്ലാവില ജംഗ്ഷൻ, പാറയിൽ ജംഗ്ഷൻ, കാളിയൻ ചന്ത, പാലമൂട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെ സന്ദർശനത്തിന് ശേഷം വൈകിട്ട് മാമി ജംഗ്ഷനിൽ സമാപിച്ചു. ഏറെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. സാധാരണയുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം പ്രാധാന്യമുള്ളത് തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരാളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ടൈനോസ് ആലപ്പുഴ. ചേർത്തല അസംബ്ലി മണ്ഡലത്തിലെ ഇടത് വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. ചേർത്തല BTIM ഹാളിലായിരുന്നു വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത്. 100 കണക്കിന് വനിതകൾ പങ്കെടുത്തു. ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത്.
ചേർത്തല BTIM ഹാളിൽ സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ് മുൻ MLA R. ലതാദേവി ഉദ്ഘാടനം ചെയ്തു. നാണമില്ലേ എല്ലാത്തിനും ഉത്തരം മോദിയുടെ ഗ്യാരണ്ടി. എന്നിട്ട് കൊച്ചുങ്ങളെ കൊണ്ട് പറയാ താങ്ക് യു മോദിജി. ഓ എന്തൊരു നല്ല പുന്നാര വർത്തമാനമാണ് കയ്യിലിരിപ്പ്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ജീവിതത്തിൽ ആശ്വാസം പകരുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ച ഗവൺമെന്റാണോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്? ആ ഗവൺമെന്റിനെ പാർലമെന്റിൽ തിരുത്തുന്നതിന് വേണ്ടി ഒന്നും പ്രസംഗിക്കണ്ട. പല നേതാക്കന്മാർക്കും ഭാഷയുടെ പ്രശ്നമുണ്ടെന്നറിയാം. വാതുറക്കണ്ട. ഒന്ന് തലയിൽ കൈവച്ച് നിലവിളിക്കുവാൻ പോലും ഉള്ള ഇച്ഛാശക്തിയില്ലാത്ത കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പാർലമെന്റ് അംഗങ്ങൾ, ഇവരോട് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമോ? ഇവരോട് നമുക്ക് പൊറുക്കുവാൻ സാധിക്കുമോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വേളയിലും നമ്മുടെ രാജ്യത്തിന് അന്നം നൽകുന്ന കൃഷിക്കാരൻ പോരാട്ടത്തിന്റെ നടുവിലാണ്. ആ സമരത്തിന്റെ ഭാഗമായിട്ട് അവനും അവന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കാണുന്നതിനും അത് പരിഹരിക്കുന്നതിനും വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കാത്ത ഭരണാധികാരിയല്ലേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരി. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കൂടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് G. ശശികല സ്വാഗതം പറഞ്ഞു. പ്രഭ മധു, സന്ധ്യ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നഗരത്തിൽ പ്രകടനവും നടന്നു. ടൈം ന്യൂസ് ചേർത്തല. ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ബ്രിട്ടീഷ് നയമാണ് രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പാക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കനയ്യകുമാർ. നഷ്ടപ്പെട്ട മതേതര രാജ്യം തിരിച്ചുപിടിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും കനയ്യകുമാർ പറഞ്ഞു. यह इस देश के लिए एक गंभीर समय है और इस गंभीर समय में जो लोग भी जनाधिपत्य में विश्वास रखते हैं, जो लोग भी सेकुलरिज्म में विश्वास रखते हैं, जो लोग भी वेलफेयरिज्म में विश्वास रखते हैं, सोशलिज्म में विश्वास रखते हैं, मल्टीकल्चरलिज्म में विश्वास रखते हैं, वननेस के इम्पोजिशन के खिलाफ हैं, उन तमाम लोगों को एकजुट रहने की जरूरत है. और मैं आपको बताना चाहता हूं कि इस देश में श्री राहुल गांधी डेमोक्रेसी के लिए, इस देश में राहुल गांधी वेलफेयरिज्म के लिए और हर कम्युनिटी के हक और अधिकार के लिए एक ईमानदारी से प्रिंसिपल बैटल लड़ रहे हैं. इसीलिए हम नौजवानों की ये जिम्मेवारी है कि हम उनके साथ कदम से कदम मिला करके चलें. इसीलिए जब राहुल जी कन्याकुमारी से कश्मीर तक भारत जोड़ो यात्रा में चल रहे थे तो मैं भी उनके साथ कदम से कदम मिला करके चल रहा था, क्योंकि ये लड़ाई कांग्रेस को बचाने की लड़ाई नहीं है, यह लड़ाई इस देश को बचाने की लड़ाई है, इस देश के संविधान को बचाने की लड़ाई है, इस देश की डेमोक्रेसी को बचाने की लड़ाई है. और इस लड़ाई में हम आप लोगों से भी अपील करते हैं कि आप लोग एकजुट रहिए. अगर कांग्रेस पार्टी मजबूत रहती है, अगर कांग्रेस पार्टी मजबूत रहेगी तो इंडिया ब्लॉक भी मजबूत रहेगा. अगर कांग्रेस पार्टी मजबूत रहेगी तो डेमोक्रेसी भी मजबूत रहेगा. अगर कांग्रेस पार्टी मजबूत रहेगी तो वेलफेयरिज्म भी जिंदा रहेगा, कॉन्स्टिट्यूशन भी जिंदा रहेगा. इसीलिए हम तमाम लोग एक साथ आए हैं और हम आपसे भी अपील करते हैं कि आप एकजुट रहिए और एकजुट रह करके हम बीजेपी के खिलाफ, कम्युनल पॉलिटिक्स के खिलाफ एक प्रिंसिपल बैटल लड़ रहे हैं. इसीलिए मैं आप लोगों को यह बताना चाहता हूं कि ऑर्गेनाइजेशन जनरल सेक्रेटरी होने के बावजूद, मेंबर ऑफ पार्लियामेंट होने के बावजूद KC वेणुगोपाल LFP से चुनाव इसलिए लड़ रहे हैं क्योंकि यह चुनाव हमारे लिए जीने मरने का चुनाव है. और इस लड़ाई में हम बीजेपी को परास्त करना चाहते हैं और इस देश में इंडिया ब्लॉक की सरकार बनाना चाहते हैं. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ആലപ്പുഴ കോവളപുരത്ത് നടത്തിയ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് മോദി. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന
BJPയുടെ ഈ നയം അവസാനിപ്പിച്ച് മതേതര രാജ്യത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. BJPക്ക് ബദലായി ജനങ്ങൾ രാജ്യത്ത് ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ എത്തിക്കുമെന്നും കനയ്യകുമാർ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറിമാരായ B. ബൈജു, MJ ജോബ്, മണ്ഡലം പ്രസിഡന്റുമാരായ ഔസേപ്പ്, ദീപു ജോസഫ്, അഡ്വക്കേറ്റ് M. രവീന്ദ്രദാസ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ R. ഉണ്ണികൃഷ്ണൻ, ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി കളത്തിൽ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ലിയോ 30th സ്കൂൾ ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. വോട്ട് ചെയ്യൂ, ജനാധിപത്യത്തിൽ പങ്കാളികളാകൂ എന്ന സന്ദേശവുമായാണ് കൂട്ടനടത്തം ഒരുക്കിയത്. ആലപ്പുഴ ലിയോ 30th സ്കൂൾ ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. വോട്ട് ചെയ്യൂ, ജനാധിപത്യത്തിൽ പങ്കാളികളാകൂ എന്ന സന്ദേശവുമായാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മുഴുവൻ പേരും പങ്കെടുക്കണമെന്ന സന്ദേശമാണ് കൂട്ടനടത്തം സമൂഹത്തിന് നൽകിയത്. ജനാധിപത്യത്തിൽ പങ്കുചേരൂ. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കൂട്ടനടത്തം ആലപ്പുഴ EM സ്റ്റേഡിയത്തിൽ നിന്നും ബീച്ചിലേക്കാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ദീപു ദേവ്, സ്കൂൾ മാനേജർ ഫ്രാൻസിസ് കൊടിയനാട്, പ്രിൻസിപ്പൽ PJ യേശുദാസ്, പ്രിൻസിപ്പൽ CR പ്രഭാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈനൂസ് ആലപ്പുഴ. ചേർത്തലയിൽ CPMന്റെ കൊടിമരത്തെ ചൊല്ലി തർക്കം. ഗ്രഹനാഥന്റെ ആത്മഹത്യ ഭീഷണി. വഴിത്തർക്കത്തെ ചൊല്ലിയുള്ള അനാവശ്യ പിടിവാശിയെന്ന CPM ലോക്കൽ സെക്രട്ടറി. കുഴപ്പമില്ല സാറേ, ആദ്യമേ എല്ലാം മരണമൊഴി എടുക്കണം. മരണമൊഴി ഇത് ഇവിടെ സ്ഥാപിച്ച ആളിന്റെ പേര് ഞാൻ പറയും. എന്റെ മരണത്തിന് കാര്യം അയാളാണെന്നുള്ളത് ഞാൻ. ചേർത്തല നഗരസഭ 15ാം വാർഡിലാണ് സംഭവം. CPMന്റെ കൊടിമരം സ്ഥാപിച്ചതിനെ തുടർന്ന് വഴി തടസ്സപ്പെട്ടെന്നാണ് ആരോപണം. വെളിഞ്ഞാട്ട് പുരുഷോത്തമനാണ് കൊടിമരത്തിന് സമീപത്തുള്ള ചെറിയ കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തുടർന്ന് ചേർത്തല പോലീസ് എത്തി ഇയാളെ താഴെയിറക്കി. ഇതിന് തൊട്ടടുത്ത് പുരുഷോത്തമന്റെ ബന്ധുവിന്റെ വീട് പണി നടക്കുന്നുണ്ട്. നിർമ്മാണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും വഴി നടക്കുന്നതിനും കഴിയുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. അങ്ങനെ ഫൗണ്ടേഷൻ ചെയ്തതിൻ്റെ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് ഈ കൊടിയിട്ടതിൻ്റെ അവിടെ നിന്ന് അവർ നീട്ടി കല്ല് കെട്ടി വെച്ചപ്പോൾ നമുക്ക് ട്രോളിക്ക് എടുക്കാൻ പറ്റാതെ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഇറക്കി ചുമക്കാൻ തുടങ്ങി, കരിങ്കല്ലൊക്കെ ചുമന്നെടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമയോട് വിളിച്ചിട്ട് പറഞ്ഞ് അവിടെ ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ കൊണ്ട് ഞങ്ങളുടെ പെരപണി ബ്ലോക്കായിരിക്കുക. പിന്നെ ഇതുവരെ നടന്നിട്ടില്ല. ഞങ്ങൾ എല്ലായിടത്തും പരാതി കൊടുത്ത് ഇവർ പറയുന്ന ചർച്ചകളിലെല്ലാം പോയി ഇട്ടൊന്നും മാറ്റണതിനെ പറ്റി ഒരു ഇതും ആയിട്ടില്ല. പിന്നെ ഞങ്ങൾ ജനുവരി മാസത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് അവിടുന്ന് എല്ലാവരും വന്ന് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ് ന്യായം നിങ്ങളുടെ കൂടെ ആയതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിൽക്കണം എന്ന് പറഞ്ഞ്. പക്ഷേ പുള്ളിയെ കൊണ്ട് ആക്ഷൻ എടുക്കാനൊന്നും ഇവർ സമ്മതിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മേലുദ്യോഗസ്ഥർക്ക് ഇവർ പരാതി കൊടുക്കുക. ഈ അനൂപ് ചാക്കോ എന്ന് പറഞ്ഞ വാർഡ് കൗൺസിലർ ഈ നമ്മുടെ SIയുടെ പേരിൽ 2-3 പെറ്റീഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഇതും അവിടെ കൊണ്ട് ബ്ലോക്കായിപ്പോയി. ഏറെ നാളായി നിലനിൽക്കുന്ന വഴിത്തർക്കമാണ് രൂക്ഷമായത്. സംഭവത്തിൽ CPM ലോക്കൽ സെക്രട്ടറി KP പ്രതാപന്റെ പ്രതികരണം. CPM അതിക്രമിച്ച് ഏതെങ്കിലും രീതിയിൽ അവരുടെ വഴി തടസ്സപ്പെടുത്തുകയോ അവരുടെ വസ്തുവിൽ കൊടി നാട്ടുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ വസ്തു വീണ്ടും അളക്കാനായിട്ട് താലൂക്കിൽ അപേക്ഷ പ്യാരിലാലെന്ന് പറഞ്ഞ റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമ പരാതി കൊടുത്തിരിക്കുകയാണ്, അതിന് അളക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇനി അങ്ങനെ ഒന്ന് അളക്കുകയാണെങ്കിൽ ഇത് ഈ അഞ്ജലിയുടെ ആ വീട് വെക്കാൻ പോകുന്നവരുടെ പറമ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ആ നിമിഷം ഞങ്ങൾ ആ പാർട്ടിയുടെ കൊടിയും അതെല്ലാം മാറ്റി കൊടുക്കും. അത് ഞങ്ങൾ പറയും. ഇനി ഇവർ വിലക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കൊടിമരവും ഇതും സൈഡിലേക്ക് വേറൊരു സ്ഥലത്തേക്ക്, അതായത് ഈ പാരലൽ തന്നെ അയാളുടെ സ്ഥലത്ത് സൈഡിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിയതാണ്. ഇങ്ങനെ ഇരിക്കെ ചെയ്താണ് ഇപ്പോൾ ഇന്ന് വളരെ എല്ലാ പത്രക്കാരെയൊക്കെ വിളിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണല്ലോ, ഈ സന്ദർഭം ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് പ്രയോഗിക്കുക എന്നൊരു ഗൂഢോദ്ദേശമായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകം സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതാണ് പാർട്ടിക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. സ്ഥലം ഉടമയുടെ അനുവാദത്തോടെയാണ് കൊടിമരം സ്ഥാപിച്ചത്. നേരത്തെ ഇട്ടിരുന്ന കൊടി ഇവർ നശിപ്പിച്ചെന്നും ആത്മഹത്യാ ഭീഷണിക്ക് പിന്നിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ ഇടപെടലാണെന്നും KP പ്രതാപൻ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചെന്ന പരാതി. തെരുവ് നാടകം അലങ്കോലപ്പെടുത്തിയെന്നും ആരോപണം. സംഭവത്തിനു പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു.
തെരുവ് നാടകം അലങ്കോലപ്പെടുത്തിയെന്നും പരാതി. ആലപ്പുഴ നഗരത്തിലെ സക്കറിയ ബസാറിലും ആലിശ്ശേരിയിലും സ്ഥാപിച്ച കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളാണ് ചൊവ്വാഴ്ച പുലർച്ചെ നശിപ്പിച്ചത്. സക്കറിയ ബസാർ വട്ടപ്പള്ളിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ സ്ഥാപിച്ച കൂറ്റൻ ഫ്ലക്സ് കത്തിച്ച നിലയിലായിരുന്നു. സംഭവത്തിന് പിന്നിൽ CPM പ്രാദേശിക നേതാക്കളാണെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആരോപിക്കുന്നു. മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണിതെന്നും ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ A. ഷുക്കൂർ ആവശ്യപ്പെട്ടു. ആലപ്പുഴ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി KC വേണുഗോപാലിന്റെ ഫ്ലക്സുകളും പോസ്റ്ററുകളും നശിപ്പിക്കുന്നുവെന്നും നേതാക്കൾ ആരോപിക്കുന്നു. വളഞ്ഞുവഴിയിൽ INTUC ഓഫീസിന് സമീപത്ത് സംഘടിപ്പിച്ച തെരുവ് നാടകം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്നും നേതാക്കൾ ആരോപിക്കുന്നു. ടൈനൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി അത് നടപ്പാക്കിയെന്നും K. സുരേന്ദ്രൻ. പ്രശസ്ത സംഗീത സംവിധായകൻ KG ജയൻ ഓർമ്മയായി. 6 പതിറ്റാണ്ടിലേറെക്കാലം നീണ്ട സംഗീത സമര്യ അസ്തമിച്ചു. KG ജയന് നാടിൻ്റെ അന്ത്യാഞ്ജലി. അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ വീണ്ടും അപകടം. അതിഥി തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശിയായ 29 വയസ്സുള്ള സാഹിദ് അസ്ലാമാണ് മരിച്ചത്. ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത പൊന്നാമ്പളിയിൽ വാഹനാപകടം. ടിപ്പർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. ഒരാൾക്ക് പരിക്ക്. അപകടത്തിൽ ടിപ്പർ ലോറിയുടെ പിൻചക്രങ്ങൾ വേർപെട്ട് തെറിച്ചുപോയി. ചേർത്തലയിൽ CPMന്റെ കൊടിമരത്തെ ചൊല്ലി തർക്കം. ഗ്രഹനാഥന്റെ ആത്മഹത്യാ ഭീഷണി. വഴിത്തർക്കത്തെ തുടർന്നുള്ള അനാവശ്യമായ പിടിവാശിയെന്ന CPM ലോക്കൽ സെക്രട്ടറി. ചേർത്തല അസംബ്ലി മണ്ഡലത്തിലെ ഇടത് വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. ചേർത്തല VTIM ഹാളിലാണ് വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചത്. 100 കണക്കിന് വനിതകൾ അണിനിരന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.